ഒരു ഉയർത്തൽ വളരെ വേദനാജനകവും വളരെ ടെൻഷൻ അടുപ്പിക്കുന്നതും കൂടിയാണ്. അതൊന്ന് കാണണം എന്നുള്ള താല്പര്യത്തിലാണ് നിൽക്കണം. പാപ്പാഞ്ഞിയുടെ പിന്നിൽ പ്രവർത്തിച്ച അണിയർ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസയും നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. മലയാറ്റൂരിന് വെയിൽ കൊണ്ട നാളുകൾ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. കഴിഞ്ഞ 5-ാം തീയതി തുടങ്ങി ഞാൻ ഈ പപ്പാഞ്ഞിയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് മലയാറ്റൂർ അടിവാരത്ത് നിൽക്കുകയാണ്. ഇത് 76ഓളം അടി ഉയരമുള്ള ഒരു പപ്പാഞ്ഞിയാണ്. പപ്പാഞ്ഞിയുടെ നിർമ്മാണത്തിൽ 12ഓളം കലാകാരന്മാർ എന്നോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ കോസ്റ്റ്യൂം ഡയറക്ടറായ കുക്കു ജീവനാണ് ഇതിൻ്റെയും കോസ്റ്റ്യൂം സംവിധാനങ്ങൾ ചെയ്തു തരുന്നത്. ഇത് കഴയും അതിലുപരി മുളയും GI പൈപ്പുകളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സാധനമാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പൊക്കുവാനായിട്ട് ഇത് പണി തീർന്ന് കൊണ്ടിരിക്കുന്ന ഈ പപ്പാഞ്ഞിയുടെ രൂപം പൊക്കുന്നത് ക്രെയിൻ 2 ക്രെയിനോളം വന്നിട്ട് ആണ് ഇത് ഉയർത്തുന്നത്. ആ ഒരു ഉയർത്തൽ വളരെ വേദനാജനകവും വളരെ ടെൻഷൻ അടുപ്പിക്കുന്നതും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാര്യ പ്രസവമുറിയിലേക്ക് കയറിപ്പോയപ്പോൾ ഞാൻ അനുഭവിച്ച അതേ സങ്കടങ്ങളും വേദനകളും തന്നെയാണ് ഞാൻ ഈ കഴിഞ്ഞ ടൈമിലും ഒക്കെ ഇത് ഉയർത്തിയപ്പോൾ അനുഭവിച്ചത്. ഇതും അതിലേറെ വേദനാജനകമായിട്ടാണ് ഓരോ പണികളിൽ തന്നെ 76ഓളം അടി ഉയരമുണ്ടത്. നമ്മളീ കിടന്ന് കാണുന്ന ദൂരമല്ലത്, ഇതിൻ്റെ മുകളിൽ കയറുമ്പോഴും അതുപോലെ 16 അടി ഹൈറ്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകത. പപ്പാഞ്ഞിയുടെ ഉറവിടം അന്വേഷിച്ചു പോയാൽ ചെന്നെത്തുന്നത് കൊച്ചിയിലാവും. കേരള തീരത്തെ ജൂത സംസ്കാരത്തിലാണ് പപ്പാഞ്ഞി എന്ന മിത്തിൻ്റെ തുടക്കമെന്ന് പറയപ്പെടുന്നുണ്ട്. ചരിത്രപരമായി കൊച്ചിയിലുണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ അവശേഷിപ്പുകളിൽ നിന്നുമാണ് പപ്പാഞ്ഞി കത്തിക്കൽ എന്ന ചടങ്ങ് രൂപം കൊണ്ടതെന്നും കരുതുന്നുണ്ട്. തൊണ്ണൂറ്റിനാലില് ശശങ്കറിൻ്റെ ഗുരുശിഷ്യൻ എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ മലയാള സിനിമയുടെ കലാസംവിധാന രംഗത്തേക്ക് വരുന്നത്. ശേഷം IV ശശി, നിസാർ ഇവരുടെയൊക്കെ സഹകരിക്കുകയും കാസിൻകയുടെ ഒരു വർക്ക് ആർട്ട് ചെയ്തിട്ടാണ് മലയാള സിനിമയിലേക്ക്. എൻ്റെ പേര് കലേഷ് നേത്ര. ഞാൻ കാലടിക്കടുത്ത് ചേരാനല്ലൂരാണ് താമസിക്കുന്നത്. 10 ദിവസം
നമ്മൾ ഓണം ആഘോഷിക്കുന്നത് പോലെ ജൂതരുടെ നാട്ടിൽ 8 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമുണ്ട്. അതാണ് ഹാനൂക്ക. സമർപ്പിക്കുക അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുക എന്നാണ് ഹാനൂക്ക എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം. നമസ്കാരം, ഞാൻ കുക്കു ജീവൻ, കലൈ സാറിൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് ഫ്രണ്ടാണ് നമ്മൾ രണ്ടുപേരും. പക്ഷേ ഒരുമിച്ച് 2022 ഇതുപോലെ ഒരു പപ്പാനീനെ ആയിട്ട് വർക്ക് ചെയ്യാൻ അവസരമുണ്ടായി. എന്നാലും വളരെ അന്നത്തെ വർക്ക് വളരെ ഇദ്ദേഹം ടെൻഷൻ അടിച്ചു, ഞാൻ എൻജോയ് ചെയ്ത് പുള്ളി ടെൻഷൻ അടിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ വളരെ ഭംഗിയായിട്ട് എൻ്റെ വസ്ത്രാലങ്കാരം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ അതിന് മുമ്പേ നമ്മൾ പടത്തിൽ ചെറിയ ചെറിയ പപ്പാനിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ റിസ്ക് എടുത്തിട്ട് ഇത്രയും വലിയ 72 അടി 74 അടി എന്നുള്ള സംഭവം എന്തായാലും ഇങ്ങനെ ഒരു മലയാറ്റൂർ ചെയ്യാനൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഒരു പപ്പാനെ കൂടിയിട്ട് ഇത് അദ്ദേഹത്തിൻ്റെ സ്കെച്ച് ഈ കലൈ സാറിനെയാണ് എനിക്ക് തന്നത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ മലയാറ്റൂരിലുള്ള ആ ഒരു ശക്തി അതിന് എന്താ പറയുക, അതിനൊരു ബാക്ക് ശക്തി എന്തായാലും നമുക്ക് തരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇവിടെയുള്ള നാട്ടുകാരുടെ സപ്പോർട്ടും വളരെയധികം ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂടി ഉണ്ട്, അല്ലേ കലൈ സാറേ? യവനപ്പടയെ തോൽപ്പിച്ച് ഇസ്രായേലുകാർ തങ്ങളുടെ മണ്ണ് വീണ്ടെടുത്തതിനെ അനുസ്മരിക്കുന്ന ഹാനൂക്ക പെരുന്നാളിൻ്റെ 8ാം ദിനം തോറ വായനയ്ക്ക് ശേഷം യവന സൈന്യാധിപനായിരുന്ന ബാഗ്രിസിൻ്റെ കോലം കത്തിക്കും. ബൈബിളിലെ പഴയ നിയമം വിശുദ്ധ ഗ്രന്ഥമാണ് തോറ. വക്യോൽ, ഉണങ്ങിയ പുല്ല് എന്നിവയാണ് കോലത്തിൽ ഉപയോഗിക്കുന്നത്. കോലം കത്തുമ്പോൾ ചെറിയ പൊട്ടിത്തെറി ഉണ്ടാകാനായി ഇതിനുള്ളിൽ ഉപ്പുപരലും ഇലഞ്ഞി ഇലകളും തിരുകി വയ്ക്കും. ബാഗ്രിസിൻ്റെ കോലം കത്തിക്കൽ ആചാരത്തിൽ നിന്ന് കടം കൊണ്ടതാവാം കൊച്ചിയിലെ ഈ പാപ്പാഞ്ഞിയെ കത്തിക്കൽ ചടങ്ങ്. പാപ്പാഞ്ഞിയുടെ ഉള്ളിൽ തിരുകുന്നത് വെടിമരുന്നും ഗുണ്ടുകളുമാണ്. ഹാനൂക്ക പെരുന്നാൾ പോലെ ക്രിസ്തുമസ് രാത്രി കഴിഞ്ഞ് 8ാം ദിവസം പുലർച്ചെയാണ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങും. പാൻസും കോട്ടും തൊപ്പിയും ധരിച്ച് ചുരുട്ട് വലിച്ചു നിൽക്കുന്ന സായിപ്പിൻ്റെ രൂപമായിരുന്നു ആദ്യകാലത്ത് പാപ്പാഞ്ഞിക്ക്. പുതുവർഷക്കാലത്ത് കൊച്ചിയുടെ തെരുവുകളിലെല്ലാം ഇത്തരം പപ്പാഞ്ഞികളെ കാണാമായിരുന്നു. എന്നാൽ കാലക്രമേണ പാപ്പാഞ്ഞിക്ക് സാന്താക്ലോസിൻ്റെ രൂപമായി. പരമ്പരാഗത രൂപത്തിലുള്ള പാപ്പാഞ്ഞിയെ കാണാനില്ലാതായി. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരാൾ 1980കളുടെ ആദ്യത്തിൽ കൊച്ചിൻ കാർണിവലിന് തുടക്കമിട്ടപ്പോൾ കൊച്ചിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ പാപ്പാഞ്ഞി കത്തിക്കൽ കാർണിവലിൻ്റെയും ഭാഗമായി മാറി. കേരളത്തിലെ ഏറ്റവും വലിയ പുതുവത്സര ആഘോഷമായ കൊച്ചിൻ കാർണിവലിൻ്റെ പ്രധാന ആകർഷണം പാപ്പാഞ്ഞിയാണ്. ചുരുക്കി പറഞ്ഞാൽ പാപ്പാഞ്ഞിയുടെ വലിയ ശ്രദ്ധാകേന്ദ്രമാണ് കൊച്ചിൻ കാർണിവൽ.
കുറച്ചുകാലം സാന്താക്ലോസിൻ്റെ രൂപത്തിലുള്ള പാപ്പാഞ്ഞിയെ തന്നെയായിരുന്നു കാർണിവലിനും ഒരുക്കിയിരുന്നത്. എന്നാൽ പിന്നീട് സാന്താക്ലോസിനെ മാറ്റി പരമ്പരാഗത രൂപത്തിലേക്ക് പാപ്പാഞ്ഞിയെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. രണ്ടായിരത്തി 12 കൊച്ചിയിൽ ബിനാലെ ആരംഭിച്ചതോടെ പാപ്പാഞ്ഞി നിർമ്മാണത്തിൻ്റെ രീതിയിലും വലിപ്പത്തിലും വലിയ മാറ്റങ്ങളുണ്ടായി. യൂറോപ്യൻ ഛായയിലുള്ള വൃത്തൻ്റെ രൂപത്തിലേക്ക് പാപ്പാഞ്ഞിക്ക് രൂപമാറ്റമായി. രണ്ടായിരത്തി 19 നിർമ്മിച്ച പാപ്പാഞ്ഞിക്ക് 50 അടി ഉയരമുണ്ടായിരുന്നു. ഇതായിരുന്നു ഏറ്റവും ഉയരമേറിയ പാപ്പാഞ്ഞി. ചരിത്രം മാറുകയാണ്. പലയിടങ്ങളിലും പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്നു. 2015 തുടക്കമായ മലയാറ്റൂരിലെ നക്ഷത്ര തടാകം കാർണിവൽ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്ന ഇടമായി മാറുകയാണ്. ഈ വർഷം ഒരുങ്ങിയ പാപ്പാഞ്ഞിയുടെ ഉയരം 76 അടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പാപ്പാഞ്ഞി ഇനി മലയാറ്റൂർക്കാർക്ക് സ്വന്തം.
പേര് വിജയൻ, വീട് കോടനാട്. പപ്പായനൊന്ന് കണ്ടിട്ട് അവനെ നേരത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇത് കാണാൻ വേണ്ടി ഒത്തിരി ജനങ്ങൾ വരലും അവരിപ്പോൾ ഈ വെയിൽ കാരണം കൊണ്ട് ആരും രംഗത്ത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അധികം വൈകാതെ എല്ലാവരും എത്തിക്കൂടും. ഇത് നിർത്താൻ വേണ്ടി വണ്ടിയാണെങ്കിലും അതിൻ്റെ സംവിധാനവും കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വെയിറ്റ് കൂടുതൽ വരിക. ഇതിവിടെ നിന്ന് നീക്കി കൊണ്ടുപോകാൻ മാത്രമേ
ഭീമാകാരനായിട്ടുള്ള പാപ്പാനിയെ നിർമ്മിച്ച എല്ലാ പ്രിയപ്പെട്ട കലാകാരന്മാർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. പാപ്പാഞ്ഞിയുടെ പിന്നിൽ പ്രവർത്തിച്ച അണിയർ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസയും നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. I love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up! It's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind, cause it's everything. You can mold, shape, find almost anything. All it takes is some time and some clarity to find your identity. It's mind over everything. And when I feel like this, I'm immortal. 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 Don't be scared. Just level up. Don't be scared. I'm so gone, no I'm never turning back. I won't stop, I'ma fight until there's nothing left. It's so on, you're gonna be hurting bad, cause I've been to hell and back. You don't wanna make me mad, I stay strong, you will never see me crack. And if you get in my way, you gonna feel the wrath. Gotta say it to my face while he's looking back. Mirror breaks after math, when I hate I attack.